തുടർച്ചയായ നാലാം ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി 0.69% ഇടിഞ്ഞ് 22,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിന് താഴെ 21,995 ക്ലോസിംഗ് നൽകി. ഒട്ടുമിക്ക ഇൻഡിസസുകളും നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. നിഫ്റ്റി മീഡിയ ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി ഫാർമ, FMCG തുടങ്ങിയ ഇൻഡിസസുകളിൽ ഹെവി സെൽ ഓഫ് കാണാൻ സാധിച്ചു. അപ്പോളോ ഹോസ്പിറ്റൽ, നെസ്ലെ ഇന്ത്യ, ONGC, അദാനി എൻ്റർപ്രൈസസ്, ടൈറ്റാൻ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് ടോപ്പ് ലൂസേഴ്സ്. ഭാരതി എയർടെൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ബജാജ് ഓട്ടോ, LTI മൈൻഡറി തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനറായി തുടർന്നു. ഇന്ന് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഇൻഡെക്സ് 3.37% വർദ്ധിച്ച് 13ലേക്ക് എത്തിയത് വരും സമയങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റ് വോളറ്റൈലായി തുടരും എന്നുള്ള സൂചനയാണ് നൽകിയത്. ഇന്ന് ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ്. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഫോസിസ് ഇന്ന് 1% ഉയർന്ന് 1429 ക്ലോസിംഗ് നൽകി. 5.8 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.30, ഡിവിഡൻഡ് yield 2.48%. കഴിഞ്ഞ ഒരാഴ്ചയായി IT ഇൻഡെക്സ് മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് ഇൻഫോസിസും 5% ഒരാഴ്ച കൊണ്ട് ഇടിഞ്ഞിരുന്നു. മാർക്കറ്റിൻ്റെ എസ്റ്റിമേഷനെ മിസ് ചെയ്യുകയും വളരെ മോശമായ ക്വാർട്ടർലി റിസൾട്ടുമാണ് ഇൻഫോസിസ് പുറത്തുവിട്ടത്. തുടർച്ചയായ രണ്ടാമത്തെ ക്വാർട്ടറിലും കമ്പനിയുടെ റവന്യൂ സീക്വൻഷ്യലി ഇടിഞ്ഞു. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഫോസിസിൻ്റെ റവന്യൂ 2.3% ഇടിഞ്ഞ് 37,923 കോടിയിലേക്ക് ചുരുങ്ങി. ഇപ്രാവശ്യം ഇൻഫോസിസിൽ നിന്നും 38,576 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു പ്രതീക്ഷിച്ചത്. റവന്യൂ 2.3% ഇടിഞ്ഞ് 37,923 ചുരുങ്ങിയിട്ടുണ്ട്. കമ്പനിയുടെ എബിറ്റ 4.3% ഇടിഞ്ഞത്. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എബിറ്റ 7,621 കോടിയിലേക്ക് ചുരുങ്ങി. മാർക്കറ്റ് 7,994 കോടി രൂപയുടെ എബിറ്റ ഇൻഫോസിസിൽ നിന്നും പ്രതീക്ഷിച്ചു. 20.7% എബിറ്റ മാർജിൻ പ്രതീക്ഷിച്ചെടുത്ത് കമ്പനിക്ക് 20.1% എബിറ്റ മാർജിൻ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം അതായത് ഡിസംബർ ക്വാർട്ടറിൽ 20.5% എബിറ്റ മാർജിനായിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തത്. 6,162 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് കമ്പനിയുടെ പ്രോഫിറ്റ് 30.5% വർദ്ധിച്ച് 7,975 കോടിയായി മാറി. പ്രോഫിറ്റിൽ 30.5% വർധനവുണ്ടായെങ്കിലും ഇതിൽ 1,914 കോടി രൂപ കമ്പനിക്ക് ഇൻകം ടാക്സ് റീഫണ്ടിൽ നിന്നും ലഭിച്ചതാണ്. ഈ റീഫണ്ട് എമൗണ്ട് പ്രോഫിറ്റിൽ നിന്നും കുറച്ചാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റും കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും 0.8% ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതായത് എല്ലാ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിലും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തത് കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനി അതിൻ്റെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസിനെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അനലിസ്റ്റ് 2 മുതൽ 6% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ആയിരിക്കും 2025 ഫിനാൻഷ്യൽ ഇയറിലേക്ക് കമ്പനി പ്രഖ്യാപിക്കുക എന്നാണ് കരുതിയത്. പക്ഷേ അവിടെ നിന്നും 1 മുതൽ 3% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ആണ് 2025 ഫിനാൻഷ്യൽ ഇയറിലേക്ക് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വരും വർഷവും കമ്പനി തന്നെ പറയുന്നത് കമ്പനിയുടെ പെർഫോമൻസ് മോശമാകാൻ സാധ്യതയുണ്ടെന്നാണ്. കഴിഞ്ഞ 5 ക്വാർട്ടറുകളിലായി കമ്പനി 5 പ്രാവശ്യം അതിൻ്റെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസിനെ റിവൈസ് ചെയ്തിരുന്നു. 2023 സെപ്റ്റംബർ ക്വാർട്ടറിൽ കമ്പനി റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 1 മുതൽ 3.5% നിന്നും 1 മുതൽ 2.5% റെഡ്യൂസ് ചെയ്തു. അതിനുശേഷം 2024 ജനുവരി മാസത്തിൽ 1 മുതൽ 2.5% നിന്നും റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 1.5 മുതൽ 2% ചുരുക്കി. ഇവിടെ 2025 ഫിനാൻഷ്യൽ ഇയറിലേക്ക് 4 മുതൽ 7% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ആയിരുന്നു മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത്. അവിടെ നിന്നും 1 മുതൽ 3% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് റെഡ്യൂസ് ചെയ്തതും ഇൻഫോസിസിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. മാർച്ച് ക്വാർട്ടറിൽ $4.5 ബില്യൺ ടോട്ടൽ കോൺട്രാക്റ്റാണ് കമ്പനിക്ക് ലഭിച്ചത്. 2024 ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം $17 ബില്യൺ ടോട്ടൽ കോൺട്രാക്റ്റ് ഇൻഫോസിസിന് ലഭിച്ചു. ഇൻഫോസിസിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 40 ബേസിസ് പോയിന്റ് ഇടിയുകയും ഇൻഫോസിസിൻ്റെ ടോട്ടൽ വർക്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെഡ് കൗണ്ട് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 7.5% ഇടിഞ്ഞ് 3,17,240 ചുരുങ്ങുകയും ചെയ്തു. തുടർച്ചയായ 5ാമത്തെ ക്വാർട്ടറിലാണ് ഇൻഫോസിസിൽ എംപ്ലോയീസ് ഡ്രോപ്പ് ഉണ്ടാകുന്നത്. ഇവിടെ
ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കാണാൻ സാധിച്ച ഒരു പോസിറ്റീവ് ഫാക്റ്റ് $848 മില്യൺ ഫ്രീ ക്യാഷ് ഫ്ലോ കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 11 ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ഉയർന്ന ഫ്രീ ക്യാഷ് ഫ്ലോയാണ് ഇൻഫോസിസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രീ ക്യാഷ് ഫ്ലോ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി 28 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. 20 രൂപയുടെ ഫൈനൽ ഡിവിഡൻറ്റും 8 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻറ്റുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് മെയ് 31 ഡിവിഡൻറ്റിൻ്റെ പേ ഔട്ട് ഡേറ്റ് ജൂലൈ 1 2024 ഫിനാൻഷ്യൽ ഇയറിൽ മുമ്പ് കമ്പനി 35 രൂപ 50 പൈസ ഡിവിഡൻഡ് ഇനത്തിൽ നൽകിയിരുന്നു. ഇതുവരെ ടോട്ടൽ 63 രൂപ 50 പൈസയാണ് 2024 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് ഇനത്തിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇൻഫോസിസിൻ്റെ റവന്യൂ ഇൻ ടേംസ് ഓഫ് $2.1% കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും ഇടിയുകയും അനലിസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ 0.5% താഴ്ന്ന ലെവലിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അതായത് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റവന്യൂ ഗൈഡൻസും കമ്പനി വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇത് ഇൻഫോസിസിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇൻഫോസിസിൻ്റെ US മാർക്കറ്റിൽ ലിസ്റ്റഡായ ഇൻഫോസിസിൻ്റെ ADRൽ 2.74% ഇടിവ് കാണിക്കുന്നുണ്ട്. പ്രീ മാർക്കറ്റ് കണ്ടീഷനിൽ ഏകദേശം 7% ക്രാഷ് ആയിരുന്നു ഇൻഫോസിസിൻ്റെ ADRൽ വന്നത്. അവിടെ നിന്നും സിറ്റുവേഷൻ ഇംപ്രൂവ് ആയി. അതേസമയം നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഫോസിസ് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1429 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 1380, 1225 തുടങ്ങിയ 2 സപ്പോർട്ടുകളാണ് ഇൻഫോസിസിനുള്ളത്. 1500 ഇൻഫോസിസിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്